ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഇന്ന് ഞാൻ എന്താണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പഴം പൊരിയാണ്. അതായത് നമ്മുടെ വാഴക്കപ്പം എന്ന് പറയും. ആ വാഴക്കപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കോമൺ ഐറ്റമാണ്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റേതായ രീതിയിൽ നിങ്ങളതൊന്ന് ഉണ്ടാക്കി പരിചയപ്പെടുത്തുന്നു, അത്ര തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, വരും ഞാൻ ഇനി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ. പഴുത്ത ഏത്തപ്പഴമുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഉപ്പ്. ഇത് വന്നിട്ട് മൈദ മാവ്. ഓക്കെ ഗൈസ്, ഇത് മൈദയാണ്. ഇതിലാണ് നമ്മൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിനി ഇതിൻ്റെ ചേരുവകളെല്ലാം കൂടി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര വലിപ്പം വേണം അത്രയ്ക്കും നീളത്തിന് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് സ്ലൈസ് കട്ട് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പഴം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് ഈ കട്ട് ചെയ്ത് വെച്ച പഴത്തെ നമുക്ക് ഇതിൻ്റെ മാവിലേക്ക് നമുക്ക് ഇടാം. നമുക്ക് മൊത്തത്തിലങ്ങിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇനി പെരക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
നോക്കാം.